representation of India was general, promoting the thought of superiority of the contemporary Western civilization. This is the theme recently brought into prominence by Edward Said and others, but the Indian nationalist intelligentsias had recognized and criticized this trend in British writings from James Mill onwards. The thought that India had no unity until the British unified the country was commonly given prominence in historical narratives. Beside with the thesis, there was a representation of the 18th century India as a dark century full of chaos and barbarity until the British came to the rescue. അപ്പോൾ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പൗരസ്ത്യവാദികൾ അല്ലേ. പൗരസ്ത്യവാദികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടിങ് ദ തോട്ട് ഓഫ് സുപ്പീരിയോറിറ്റി ഓഫ് കണ്ടംപററി വെസ്റ്റേൺ സിവിലൈസേഷൻ, സമകാലികമായിട്ടുള്ള പാശ്ചാത്യ സംസ്കാരത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിലെ ചിന്താഗതി ഏറ്റവും കൂടുതൽ സുപ്പീരിയോറിറ്റി കൊണ്ടുവരുന്നതാണ്. ദിസ് ഈസ് എ തീം റീസെൻ്റ്ലി ബ്രോട്ട് ഇൻ ടു പ്രോമിനൻസ് ബൈ എഡ്വേർഡ് സെഡ് ആൻഡ് അതേഴ്സ്. എഡ്വേർഡ് സെഡും മറ്റുള്ള ആളുകളുമാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളെക്കുറിച്ച് പറഞ്ഞത്. അതായത് റോബർട്ട് ക്ലൈവ് ഇന്ത്യ പിടിച്ചടക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്നത് ഇവിടുത്തെ മനോഹാരിത കാണാനല്ല, തോക്കുകൊണ്ടും വാൾ കൊണ്ടും ഇവിടുത്തെ ആളുകളെ ഭരിക്കാനാണ്. അതേപോലെ തന്നെ രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയരും ചിന്തയിലും അഭിപ്രായത്തിലും പാശ്ചാത്യരുമായ ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഡ്വേർഡ് സെഡിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഇൻ്റലിജൻഷ്യ, വിദ്യാഭ്യാസം ലഭിച്ച ദേശീയവാദികളായ ഒരു പറ്റം ബുദ്ധിജീവി വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അവർ എന്താണ് വെസ്റ്റേൺ സിവിലൈസേഷൻ ചെയ്യുന്നത് എന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തു. അതായത് ഇന്ത്യൻ രചനകളിലെല്ലാം ബ്രിട്ടീഷ് റൈറ്റിങ്സിൻ്റെ സ്വാധീനം കൊണ്ടുവരുന്നതിനെ ഈ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഇൻ്റലിജൻഷ്യാസ് ക്രിട്ടിസൈസ് ചെയ്തു. അപ്പോൾ ജെയിംസ് മില്ലിനെ പോലെയുള്ള ആളുകളുടെ രചനകളെയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ നാഷണലിസ്റ്റുകൾ ക്രിട്ടിസൈസ് ചെയ്തത്. അവരെ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ദേ തോട്ട് ദാറ്റ് ഇന്ത്യ ഹാഡ് നോ യൂണിറ്റി. ഇന്ത്യയിൽ ഇവിടെ യാതൊരു യൂണിറ്റിയും ഇല്ല. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് വരെ, ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നറേറ്റീവ്സ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായ വിവരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ് എന്നാണ് ഇന്ത്യൻ നാഷണലിസ്റ്റുകളായ ആളുകൾ വിശ്വസിക്കുന്നത്. Beside with this thesis, there was a representation of the 18th century India as a dark century full of chaos and barbarity until the British came to the rescue. അതായത് ബ്രിട്ടീഷുകാരെ രക്ഷാപ്രവർത്തനം, റെസ്ക്യൂ മീൻസ് എന്താണ്? രക്ഷാപ്രവർത്തനം. അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ വരുന്നത് വരെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങൾ, അതേപോലെ ബാർബറിറ്റി മീൻസ് എന്താണ്? പ്രാകൃതത്വം അല്ലേ. പ്രാകൃതത്വം ഒക്കെ ആയിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായത് എന്നാണ് ഓറിയൻ്റലിസ്റ്റുകളായ ചിന്തകന്മാർ പറയുന്നത്. അപ്പോൾ സെവറൽ ലേറ്റ് 19th century ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അഡോപ്റ്റഡ് സോഷ്യൽ ഡാർവിനിസ്റ്റ് നോഷൻസ് ഇൻ റിലേഷൻസ് ഇൻ ഇന്ത്യ. This implied that if history is the thrust about flanked by several peoples and cultures akin to the thrush about the middle of the species, Britain having approaching to the top could be ipso facto legitimately measured to be superior and the fittest to rule. അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ വരുന്നത് വരെ ഇവിടെ ബാർബറിറ്റിയും അതേപോലെ തന്നെ ഫുൾ ഓഫ് കയോസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെവറൽ ലേറ്റ് 19th century ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ്, 19ാം നൂറ്റാണ്ടിലുള്ള പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അഡോപ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ഡാർവിനിസ്റ്റ് നോഷൻ. സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് believed in survival of the fittest, and the idea of certain people became powerful in society because they are innately better. Social Darwinism has been used to justify imperialism, racism,
അതേപോലെ തന്നെ യൂജനിക്സ് ആൻഡ് സോഷ്യൽ ഇനീക്വാളിറ്റീസ് അറ്റ് വേരിയസ് ടൈംസ് ഓവർ പാസ്റ്റ് സെഞ്ച്വറി ആൻഡ് എ ഹാഫ്. അപ്പോൾ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലേ, അർഹതയുള്ളവയുടെ അതിജീവനമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഐഡിയാസിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഐഡിയാസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് വരെ ഇന്ത്യയിലുള്ള നാഷണലിസ്റ്റുകളുടെ എഴുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുൻപ് വരെ ഇവിടെ ബാർബറിറ്റി, കയോസ് ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇമ്പീരിയലിസം, റേസിസം, യൂജനിക്സ്, സോഷ്യൽ ഇനീക്വാളിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ വരാനായിട്ട് സാധ്യമായത് എന്നാണ് ഇവർ സോഷ്യൽ ഡാർവിനിസത്തിലൂടെ പറയുന്നത്. ദിസ് ഇംപ്ലൈഡ് ദാറ്റ് ഇഫ് ഹിസ്റ്ററി ഈസ് എ ത്രാഷ് എബൌട്ട് ഫ്ലാങ്ക്ഡ് ബൈ സെവറൽ പീപ്പിൾസ് ആൻഡ് കൾച്ചേഴ്സ്, അതായത് ചരിത്രകാരന്മാർ പ്രധാനമായിട്ടും തമ്മിൽ തല്ലിയത് ഒരുപാട് ആളുകളുടെ സാംസ്കാരികപരമായ വിനിമയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. അപ്പോൾ സമാനമായിട്ടുള്ള എക്കിൻ മീൻസ് എന്താണ്? സമാനമായിട്ടുള്ള ഒരുപാട് കോൺട്രാസ്റ്റുകൾ പ്രധാനമായിട്ടും ഈ മിഡീവൽ സ്പീഷ്യസിനെ ഒരു മിഡിൽ ഓഫ് ദ സ്പീഷ്യസ് ബ്രിട്ടീഷ് ഹാവിങ് അപ്രോച്ച് ടു ദ ടോപ്പ് കുഡ് ബി ഇപ്സോ ഫാക്ടോ മീൻസ് എന്താണ്? സ്വയമേവയുള്ള കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്പീരിയർ ഏതാണ്, ഇൻഫീരിയർ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വന്നു. അപ്പോൾ ഫിറ്റസ്റ്റ് ടു ദ റൂള്, ഏതാണോ ഭരിക്കാൻ ഏറ്റവും ഫിറ്റായിട്ടുള്ളത് അത്തരത്തിലുള്ള ഘടകങ്ങളെ ചൂഴ്ന്നെടുക്കുക എന്നുള്ളതാണ് ആരുടെ എയിമായിട്ട് വരുന്നത്? ബ്രിട്ടീഷുകാരുടെ എയിമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യ വാസ്, in the opinion of several British observers, a stagnant society arrested at a stage of development. It followed that British rule would illustrate the path of progress to the higher stage. Hence the thought that India need a Pax Britannica. അപ്പോൾ എന്താ ഇതിലൂടെ പറയുന്നത്? അപ്പോൾ ഇന്ത്യ വാസ് ദ ഒപ്പീനിയൻ ഓഫ് ദ സെവറൽ ബ്രിട്ടീഷ് ഒബ്സർവേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്, മുരടിച്ച ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അറസ്റ്റഡ് അറ്റ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇതൊരു വികസിതമായിട്ടുള്ള രാജ്യമായിട്ട് ഇനിയും മാറിയിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവിൻ്റെ സമയത്തൊക്കെയുള്ള ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവ് ഇവിടെ വന്നതോടുകൂടിയാണ് ഇവിടെ ഹയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ചിന്താഗതികളിലും അതേപോലെ വികസനോന്മുഖമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. അതാണ് പാക്സ് ബ്രിട്ടാനിക്ക എന്ന് പറയുന്നത്. പാക്സ് ബ്രിട്ടാനിക്ക വാസ് എ പീരീഡ് ഓഫ് റിലേറ്റീവ് പീസ് ബിറ്റ്വീൻ the great powers during which the British Empire became the global hegemonic power and adopted the rule of global policemen. അതായത് ബ്രിട്ടനാണ് ഏറ്റവും സുപ്പീരിയോറിറ്റി ആയിട്ടുള്ള ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് പാക്സ് ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന ടേം. അപ്പോൾ എന്താണെങ്കിലും മിത്തിഫിക്കേഷൻ ഓഫ് ഹീറോയിക് എംപയർ ബിൽഡേഴ്സ് ആൻഡ് റൂളേഴ്സ് ഓഫ് ഇന്ത്യ ഇൻ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് വാസ് എ പാർട്ട് ഓഫ് ദ റിട്ടോറിക് ഓഫ് ഇമ്പീരിയലിസം. റിട്ടോറിക് മീൻസ് എന്താണ്? വാചാടോപങ്ങൾ അല്ലേ, കുറേ വാഗ്വാദങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. എറിക് സ്റ്റോംസിനെ പോലെയുള്ള ആൾക്കാരുടെ വാക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ വന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് റൈറ്റിങ്സ് ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരാണ് ഏറ്റവും പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ളത്. നായക സ്ഥാനം ആർക്കാണ് കൊടുക്കുന്നത്? ബ്രിട്ടീഷുകാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് പീപ്പിൾ വർ പ്രസൻ്റ്ലി എ ഷാഡോവി ബാക്ക്ഗ്രൗണ്ട്. ഹോൾ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ നായകസ്ഥാനം കൊടുക്കുന്നത് നമ്മൾ ബ്രിട്ടീഷുകാർക്കാണ്. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വെറും നിഴൽ മാത്രമാണ്. നമ്മളെ ആക്രമിച്ച് ഇവിടെ കയറി വന്ന് നമ്മളെ അടക്കി ഭരിച്ച് അവരുടെ നിഴലുകളായി കൂടെ നിർത്തുന്ന ഒരവസ്ഥ അല്ലേ. അപ്പോൾ ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇറ്റ് പെർസീവ്ഡ് മീൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് എ ത്രെറ്റ് ടു ദ ഗുഡ് വർക്ക് ഡൺ ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ.
At a later stage, when the movement intensified, the attitude became more intricate. Intricate means സങ്കീർണമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് പിന്നീട് വന്നത്. സിൻസ് സം ഹിസ്റ്റോറിയൻ ഷോഡ് പ്ലെയിൻ ഹോസ്റ്റിലിറ്റി. ഹോസ്റ്റിലിറ്റി മീൻസ് എന്താണ്? ശത്രുതാപരമായ മനോഭാവമാണ് പിന്നീടുള്ള ചരിത്രകാരന്മാർ കൊണ്ടുവന്നത്. വൈൽ അതേഴ്സ് were more sophisticated in the ഡെനിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ നാഷണലിസത്തെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനമാണ് പിന്നീട് ചില ആളുകൾ കൊണ്ടുവന്നത്. അപ്പോൾ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻ കോമൺ വൈൽ സം ഓഫ് ദീസ് ഫീച്ചേഴ്സ് ഓഫ് പാരാഡിഗ്മംസ് മീൻസ് എന്താണ്? മാതൃകകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ആണ്. ഡിസ്കോഴ്സ് മീൻസ് റിട്ടൺ ഓർ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഓർ ഡിബേറ്റ്. അതാണ് ഡിസ്കോഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇറ്റ് വിൽ അൺജസ്റ്റ് ടു ഇഗ്നോർ ദി ഇൻഫോർമേഷൻ ദാറ്റ് ഇൻ കോഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century historiography outgrow them or at least presented more sophisticated version of them. അതായത് ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് 19ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങളിൽ ഒരു ശ്രമം ഉണ്ടായി എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് മീൻസ് ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ നിറഞ്ഞ വേർഷൻസ് കൊണ്ടുവന്നു. ദേ ഫൗണ്ട് മെനി സയൻറ്റിഫിക് ഫാക്ട് ഇൻ ഇന്ത്യൻ അസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് അതർ നോളജ് ഫോംസ്. ഇന്ത്യൻ വാന നിരീക്ഷണ രംഗത്തും ഗണിതശാസ്ത്ര രംഗത്തും അറിവിൻ്റെ മറ്റ് തലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ചരിത്രരചനയിൽ ഒരുപാട് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ വരവോടുകൂടി ചരിത്രരചനയിൽ ഒരുപാട് മാതൃകകൾ പാരാഡിഗ്മംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സമീപനമാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ, അതേപോലെ അസ്ട്രോണമിയിൽ, മാത്തമാറ്റിക്സിൽ, അതർ നോളജ് സ്ട്രീമിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.